അത്യുജ്വലമായ ആവേശകരമായ യുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു കോമ്പറ്റീഷൻ ഞാനിത് ചെയ്തിട്ടില്ല. അതായത് എല്ലാ ടീമും അത്രയും പ്രാക്ടീസ് ചെയ്ത് ഇതിനുമായി സജ്ജമായിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും ആദ്യമായിട്ട് ഒരുപാട് ആശംസകൾ നേരാണ്. പിന്നെ തൊട്ടു മുമ്പ് നടന്ന ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. മാപ്പിളപ്പാട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ പല ആളുകളും പിന്നെ അതിന് തൊട്ടും വേറെ കാര്യം നമ്മളെന്താണ് ഇപ്പോൾ 3 ഗ്രൂപ്പല്ല ഇവിടെ ഉള്ളത്. ആ 3 ഗ്രൂപ്പൊന്നും ഒരു ഐറ്റത്തിന് ഒരാൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്തിന് ഇവിടെ സെലക്ട് ആയി വരുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ വേണം എന്ത് ചെയ്യുക എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ. അതായത് അതേ എന്ത് തീരുമാനിക്കരുത്, ഇതിൽ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കരുത്. കിട്ടും എന്ന ആത്മവിശ്വാസത്തിൽ വേണം ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ. അത് ആദ്യം ശ്രദ്ധിക്കുക. അത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായാലേ പരിപാടി നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. ഒന്നതാണ്. അപ്പം അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ചില ഐറ്റത്തിലൊക്കെ ചിലപ്പോൾ 4-5 പാർട്ടിസിപ്പൻസ് ഉഷാറായിരിക്കും, ബാക്കി 2-3 ആളുകൾ പറ്റ താഴേക്ക് പോകും. അവരുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവാണ്. പെർഫോമൻസ് അല്ല, കോൺഫിഡൻസിൻ്റെ കുറവാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതേപോലെ മാപ്പിളപ്പാട്ടിൽ ഏറെക്കുറെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്ത് ഇപ്പം നമ്മൾ മാപ്പിളപ്പാട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പാടുമ്പോൾ എന്ത് വേണം, ചടുലത വേണം. അതായത് അതിൽ ഓരോ അക്ഷരങ്ങളും നമുക്ക് വ്യക്തമായി കേൾക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നോക്കാം. കതറാവി മൊളിന്തതു കേൾപ്പിൻ കുതിരത്തിൻ കതിരതു ചെപ്പിൻ കളവല്ല ഫുർഖാനിൽ അഹ്സനുൽ ഖസസേ കതിരം പോൽ വിളങ്ങിടും തളിമുഞ്ചും വസുഫേ കതിരം പോൽ വിളങ്ങിടും തടിമുഞ്ചും വസുഫേ തടിമുഞ്ചും വസുഫത്ത തിരുനബി യൂസുഫത്ത് തളങ്കിയും അളകിയും അടത്തിടൻ കൊതിബത്ത് കൊതിബത്ത് സുലൈഖ കതിർ കത്തുമശക കൊതിബത്ത് സുലൈഖ കതിർ കത്തുമശക അശകിയലശകരിൽ വശകിടും വിശേഷമേ അതിശയ സംഭവമേ കൊശിയെങ്കും കൊശിയിശൽ പാടിടുമേ. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ പാടിയെടുത്ത് ഓരോ വാക്കുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കുന്നില്ലേ? അതേപോലെ മാപ്പിള പാട്ടിൽ നമ്മൾ ബാക്കിയുള്ള പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാപ്പിള പാട്ടിൽ നമ്മൾ ഓരോ അക്ഷരങ്ങളും ചടുലത വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിലേ ജഡ്ജസ് ആ പാട്ട് നോട്ട് ചെയ്യുള്ളൂ. അതിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ വേറൊരു ഐറ്റം നടന്നു, ഭക്തിഗാനം നടന്നല്ലോ. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അള്ളാഹിനോട് ഒരാവശ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പറയാം. അപ്പോൾ അത് പാടുമ്പോൾ എന്ത് വേണം, നമുക്ക് ബാക്കിയുള്ള പാട്ടിനും കാട്ടൊക്കെ ഫീല് വേണം. ഫീല് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 പാട്ടൊക്കെ ഏതിരുന്ന പാട്ട് അല്ലാഹദേ ആ പാട്ട് ഉണ്ട്. അതിൽ 1-2 ആളുകളുടെയൊക്കെ ഫീല് വന്നു. പിന്നെ അതുപോലെ വേറെ പാട്ടുണ്ടല്ലോ, നാദാനി വരച്ചുള്ള. അപ്പോൾ അത് ആ പാട്ട് നോക്കട്ടെ, അതിൽ ഫീൽ എങ്ങനെ വരുത്താമെന്ന് ഞാൻ കാണിച്ചു തരാം. നാദ നീ വരച്ചുള്ള ലോകമെത്ര സുന്ദരം, റാഹിമേ നിൻ കലാവൈഭവമാകെയും പല അത്ഭുതം. പൂവുകൾ പൂമ്പാറ്റകൾ പറവകൾ പല ജീവികൾ വാഴ്ത്തിടും തസ്ബീഹ് ചൊല്ലും നാമമേ അല്ലാ, ഈണമേ അല്ലാ, രാഗമേ അല്ലാ.
രാഗമേ അല്ലാ നാഥ. അതായത് നമ്മൾ വിളിക്കുന്ന നാഥ, അങ്ങനെ എല്ലാത്തിലും ആ ഫീലിംഗ് വരണം ഭക്തിഗാനത്തിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ബുർദയിൽ അതായത് ഗ്രൂപ്പ് മത്സരത്തിന് ആദ്യം നോക്കൽ എന്തായിരിക്കും എന്നറിയോ? ഗ്രൂപ്പും സിംഗിളിൽ വ്യത്യാസം എന്താ? കോറസ് ഒരുമിച്ച് ആയാൽ അതിന് ഒരുമിച്ചായില്ലെങ്കിൽ മൈനസ് ആകും, ആയാൽ അത് നോട്ട് ചെയ്യപ്പെടും. അതായത് അതിനാണ് പിന്നെ കൂടുതൽ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഓക്കെ. പിന്നെ ബുർദയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് അത്രയും ചർച്ച ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് വിന്നേഴ്സിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഓക്കെ. പിന്നെ അപ്പോൾ ഏതായാലും കവാലിൻ്റെ റിസൾട്ട് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അതിനു മുമ്പായിട്ട് കവാലി ഇവിടെ നടന്നു. അതായത് ചില ടീമിൻ്റെതിൽ ചില കാര്യങ്ങളിൽ എന്തായിരിക്കും മൈനസ് ഉണ്ടാകും, നേരെ മറിച്ച് ചില കാര്യങ്ങളിൽ അവിടെ പ്ലസ് ഉണ്ടാകും. മറ്റേ ടീമിൻ്റെയിലും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കിഴച്ചൊക്കെ നോക്കിയിട്ട് ആണ് ഇവിടെ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ കവാലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഡേഴ്സ് മാത്രം എന്തായ പോരാ, എനർജറ്റിക് ആയ പോരാ, എല്ലാവരും എനർജറ്റിക് ആവണം. അതായത് കൊട്ടണ ആൾ വരെ ഇത് പാടണം. പാട്ട് ആസ്വദിച്ചിട്ടാണ് അയാൾ ദഫ് കൊട്ടേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ എനർജറ്റിക്കും കോറസിൻ്റെ സപ്പോർട്ടിങ്ങും എല്ലതും നോക്കിക്കൊണ്ടാണ് ഇവിടെ റിസൾട്ട് പറയാൻ പോകുന്നത്. ആദ്യം ഫസ്റ്റ് പറയാം. ഫസ്റ്റ് കോഡ് ലെറ്റർ ബി. സെക്കൻഡ് പ്രൈസ്, അതായത് ഇവിടെ ബാക്കി 2 ടീമിനും സെക്കൻഡ് പ്രൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. തേർഡിലേക്ക് പോകുമ്പോൾ ചില ഭാഗത്ത് എന്തുണ്ടാകും, മൈനസ് ഉണ്ടാകും. എന്നാൽ മറ്റേ ടീമിന് ആ ഭാഗത്ത് പ്ലസ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റിന് വരുന്നത് കൊണ്ട് ബാക്കി 2 ടീമിനും സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിജയികൾക്ക് 1000 അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. രണ്ടാളും പറയണം എന്നാണ് ഞങ്ങളെ ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞു തന്നു, മാപ്പിളപ്പാട്ടാണ് ഞാൻ കൈകാര്യം ചെയ്യൽ. പടപ്പാട്ട് സംഘത്തിലാണ് ഉള്ളത്. മാപ്പിളപ്പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്താണ്, ഫക്ക എന്നുള്ളിടത്തൊക്കെ പക്കാന്ന് പാടണം. ഞാൻ നേരത്തെ ഇവിടെ പാടി കേൾപ്പിച്ചെന്ന്. ഹക്കാനെ കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായ് ഹാരേതുമെത്തിടുക ഏരാറും ഒത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ. അതൊരു പാട്ട്. അങ്ങനെ നല്ല ഇപ്പൊ ഉസ്താദ് പറഞ്ഞ മാതിരി സംഗതികളൊക്കെ നല്ല എടുത്തെടുത്ത് പാടണം. അക്ഷരങ്ങളൊക്കെ വെളിവാക്കി അക്ഷര സ്ഫുടത വന്നിട്ട് ലാൻഡിങ് നോട്ട് നിർത്തുന്ന ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആയാലേ അതിൻ്റെ ഇതിട്ടുള്ളൂ. ഇപ്പൊ പുതിയ പാട്ട് പഴയ പാട്ട് അങ്ങനെയൊന്നുമില്ല. പുതിയ പാട്ടായാൽ ഒന്നും പാടാൻ നമുക്കൊരു മെച്ചപ്പെടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ബദ്രഗീസ പാട്ടില്. പിന്നെ അതേമാതിരി സുഹറബത്തൂലൊക്കെ ഇവിടെ പാടി. എന്താ പാടിയത്? സുഹറബത്തൂൽ ഷജറുകൾ തരമാൽ സലാം വിൻഡേ എന്നാണ് അല്ലേ? നിങ്ങൾ നോക്കിയപ്പോൾ സലാം ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അതൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി അടുത്ത വേദിയിലേക്ക് പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ലാസ്റ്റ് ഭാഗങ്ങൾ അഴിഞ്ഞൊക്കെ ക്ലിയർ ചെയ്യുക. പോണ്ട അടുത്ത ദർസ് ഇതൊക്കെ വരുമല്ലോ, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ. ഇപ്പം ഞാൻ നേരത്തെ കപ്പപ്പാട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ഇതേ മറ്റൊരു സദസ്സിൽ ഇരിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ റസൂലും സാഹബത്തും മദീന പള്ളിയുടെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു സൂചി പോലും വീണാൽ അവിടുന്ന് റസൂൽ സാഹബത്തുകളൊന്നും
ഒരക്ഷരം മുണ്ടൂല. അവിടുന്നാണ് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമു ഇറങ്ങി വരികയും അവിടുന്ന് അള്ളാന്റെ റസൂലിനോട് സലാം ചൊല്ലിക്കൊണ്ട് പറയുകയാണത്രേ. എന്താ പറഞ്ഞേ? അള്ളാന്റെ റസൂലെ, അബൂ സുഫിയാനും കൂട്ടരും ഷാമിൽ നിന്ന് കൊള്ള ലാഭവുമായിട്ട് വരുന്നുണ്ട്. തങ്ങളും തങ്ങളെ അനുചരരും കൂടി അബൂ സുഫിയാനും കൂട്ടരെയും കൊള്ള പോണെന്നാ പറഞ്ഞേ. കപ്പപ്പാട്ട് മൊയ്ൻകുട്ടി വൈദ്യര് മനോഹരമായിട്ട് തന്നെ രചിച്ചിട്ടുണ്ട്. അണ്ണബാഗീറോഹുല്ലാമീൻ തൻമോളിയായ് അമ്പൻ പോകളുടെ ആ പാട്ട് നല്ല രസമുള്ള പാട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നബിന്റെ തലെടുക്കാൻ വേണ്ടിയിട്ട് അബൂജാൽ ഇങ്ങനെ പോണ്ട്. എന്താണ്? പുറപ്പേട്ട അബൂജാഹിലുടൻ കിബിർ പൊങ്കയളെന്ത് ലിബാസ് ചമൈന്റെ പൊതുമാകസബിട്ടുകൾ ബൈത്ത് ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ളൽ മേൽമ ചട്ടകളും അറൈനാട് ചൊട്ടികളും പല പണി പൊതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. അബൂജാല് ഒരു ഹാത്തം, നമ്മളെ കല്യാണത്തിന് പോരമായി പളപള മിന്നുന്ന ഡ്രസ്സുകളും ഒരു ഹാത്തം വരെ വിരലിൽ അണിഞ്ഞുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ തലെടുക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നല്ല നല്ല ചരിത്രമുള്ള പാട്ടുകളൊക്കെ എടുക്കാൻ പോവുക. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. രാവിലെ വന്നിരുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്കൊരു 5 മദ്രസിൽ ഇന്ന് പ്രോഗ്രാം ഉണ്ട്. 5 മദ്രസിൽ ഞാൻ ദഫ് പഠിപ്പിക്കുന്നുണ്ട്. പോരാത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയം. ഈ സ്ഥാപനത്തിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. ഒരു അൽബിറിൻ്റെ ഒരു പ്രോഗ്രാമിനോട് വന്നിരുന്നു. ഇതെല്ലാം നമ്മളെ വയല് പരിപാടിക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, എല്ലാവരും നല്ല ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വയല് പറയുമ്പോൾ ചടുതലോ നല്ല മെയിൻ വഴക്കത്തോടു കൂടി അവൻ വയല് പറയാണെന്നുള്ള ഒരു ഗാംഭീര്യത്തോട് പറയണം. നിങ്ങളൊക്കെ ഉസ്താദുമാരാണ്, എന്തെങ്കിലും ഒരു കഴിവ് വേണം. ഇപ്പം ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാ ദഫ്. എനിക്കൊരു ടീമുണ്ട്, ബദ്രിയ ദഫ് സംഘം കൊടക്കല്. നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണമെന്നാവും. ഇവിടെ എല്ലാവർക്കും അറിയാം. വേങ്ങരയ്ക്ക് ഞങ്ങൾ കളിക്കാൻ വരുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് അസൈൻ ചെറൂരുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ പാട്ട് പാടുമ്പോൾ നല്ല മെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാട്ട് പാടേണ്ടവന് പാട്ട് പാടേണ്ട മാതിരി തന്നെ പാടണം. ഇരിക്കേണ്ട ഞാൻ ഉസ്താദും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ ഇരുന്നുകാണ്ട് ബുക്കിൽ എനിക്ക് തീരും പറ്റാത്തുണ്ട്. ഇത് ഓൺലൈനാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അല്ലല്ല, ഇതിലിങ്ങനെ നോക്കി പാടുമ്പോൾ അതിൻ്റെ ശ്രുതി പോകാൻ സാധ്യതയുണ്ട്, താളം പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാടുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരാൾ നിന്നുകാണ്ട് പാടുകയാണ്. സമയങ്ങൾ നീ നല്ല പാട്ടാണ് ഈ കാരം. സമയങ്ങൾ നീങ്ങുന്നു ഞാൻ അറിയാതെ, സമതോനെ പാപങ്ങൾ നിറയുകയാണ്. പോയില്ലേ? മൊത്തത്തിൽ പോയി. അപ്പൊ ഞാൻ ഇരിക്കണ അവിടെ ഇങ്ങനെ ഐ എന്താ കുട്ടി കാട്ടി ഒരു മെസ്സേജ് കൊടുക്കണം. പറഞ്ഞാണ്ട് സമയങ്ങൾ നീങ്ങുന്നു ഞാൻ അറിയാതെ, സമതോനെ പാപങ്ങൾ നിറയുകയാണ്. ഇടനെഞ്ച് പൊട്ടി തകർന്നിടുന്നു, ഇറയോനെ നിന്നോടായി കൈനീട്ടുന്നു. അല്ലാ അല്ലാ യാ അല്ലാ. ആ ഓളത്തിൽ തന്നെ അങ്ങനെ പോകണം. ചിലവർ നേരത്തെ ഒരു പാട്ട് പാടി, എന്താണ് തിങ്കും ചങ്കം തങ്കും ചങ്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട്, ഒരു കടലങ്ങടെ കടിക്കണമായിരിക്കും അല്ലേ? താനം പതിമക്കയിലന്നത് താനോ, അതൊക്കെ അതിന്റെ ഭംഗിയിൽ ഇങ്ങനെ എടുക്കണം. അല്ലെ താനം പതിമക്കയിലെന്ന് അത് കിട്ടൂല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച ഓക്കെ. എല്ലാവരും ദുആ ഒക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മ വയലിലേക്ക് കിടക്കാം കേട്ടാ. ഓക്കെ, അസ്സലാമു അലൈക്കും. വേദി ഒന്നില്ല സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ വാഴ മത്സരം ആരംഭിക്കുന്നു.